ഹായ് ഗൈസ്, നമസ്കാരം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ഫുഡ് പീലിംഗ് ലേഡി. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സഹായികളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ കാലിന്റെ പാദവും അതിന് മേളിലൊക്കെ എനിക്ക് ഈ പെഡിക്യൂറൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ആ നഖത്തിന്റെ സൈഡിലൊക്കെ അവരിട്ട് അത് വെച്ച് മാന്തി ഒറ്റ തവണയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടേ ഇല്ല. എനിക്ക് പേടിയാ, ഭയങ്കര പേടിയാ. അവര് നഖത്തിന്റെയൊക്കെ ഷേപ്പൊക്കെ അങ്ങോട്ട് ആക്കുമ്പോ ആ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് നഖം അങ്ങോട്ട് ഇളക്കുന്നുണ്ടല്ലോ. സൗന്ദര്യത്തിന് ഞാൻ അത്ര വില കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ പേടിയാ. എനിക്ക് നഖത്തിന്റെ സൈഡൊക്കെ കുഴിനകം കുത്തി അതൊക്കെ എടുക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. അതുകൊണ്ട് ആ എല്ലാം ശരിയാക്കാനുള്ള സാധനമാണെന്നും പറഞ്ഞാണ് അതിനെ ഓർഡർ ചെയ്തത്. 600 രൂപയാണ്. അത് പറയണം. യശോ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു 600 രൂപയെന്ന് കേട്ടിട്ട്. അപ്പം അത് 1.5 മണിക്കൂർ കാലിലിട്ടുകൊണ്ടിരിക്കണം. അത് സോക്സ് ആണ്. നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം പോകും, കാല് നല്ല പ്യുവർ ആവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ പോലെ ഇതുപോലെ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യാൻ പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പം ഞാൻ അതൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം. എൻ്റെ കാലിൽ സോക്സ് ഇട്ട്, കാല് വൃത്തിയില്ലാത്ത കാലാണ്, എന്നാലും ഞാൻ കാണിക്കാം. ഓക്കേ, അപ്പോൾ ഇതാണ് സംഗതി. നോക്കട്ടെ. അതാ കത്തിക്ക് എന്തുതന്നെയാന്ന് പറഞ്ഞാലും വലിച്ചു കീറുക എന്നുള്ളതൊരു പീലിംഗ്. ഇതിൻ്റെ പേര് ലക്സാഡർ. ഏത് കമ്പനിയുടെ ഏത്? അതാൻ്റെ പേരാണത്. ആണോ? കമ്പനിയുടെ പേര് ഡെർമ പറഞ്ഞിട്ടൊരു ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനയുടെ വിരല് കണ്ടോ, ഇത് ഭംഗിയില്ലാതിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാലിലിട്ട് കാണിക്കാവേ. വലിച്ചിളക്കാണ് ഗൈസ്. ഇങ്ങോട്ട് വയ്ക്കേ. സോറി, മേശ മാത്രം കാണുന്നത്. സാധനം ഓക്കെ, സോക്സ് ആണ് ഗൈസ്. ഇങ്ങനെയാണ് സാധനം. സോക്സ് പോലെ ഉണ്ടാവും. ഇട്ടിട്ട് കാണിക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കും. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ഈ ഭാഗമില്ലേ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മുടെ കാലിൽ സോക്സ് ഇടുന്നത് പോലെ ഇട്ട് ഇതാ ഈ സംഭവം വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. നല്ല മണം, പാർലറിലൊക്കെ ഉള്ള മണം. ഞാൻ ഇട്ടിട്ട് കാണിക്കാം. കാല് ഞാൻ ആരെയും കാണിക്കില്ല, അത്രയും വൃത്തികേടാ. നല്ല വാട. ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇനി ഓരോ ദിവസത്തെ എൻ്റെ റിവ്യൂ പറയാം. അനക്കാതെ ഇപ്പൊ സമയം 4 മണിയായി. 5:30 ആകുമ്പോൾ കഴിക്കണം. 6 മണി 6 മണിക്ക് കഴിക്കണം. 90 to 120 minutes ആണ്. അപ്പൊ 6 മണി. ഓക്കെ, 6 മണിക്ക് കഴിക്കണം. ഓക്കെ, സിറ്റിയെ സ്കൂളിലാക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മള് 6 മണിയായി. 6 മണി കഴിഞ്ഞു. കാലം എങ്ങനെയുണ്ടെന്നൊക്കെ പാദസരം മേലോട്ടാക്ക. അതിനാ അതൊട്ടിച്ചേക്കാണല്ലോ അച്ഛാ. ഓക്കെ, നമ്മൾ ഊറിയെടുത്തു. 5 ദിവസം കഴിഞ്ഞ് കാണാം. ഇപ്പൊ കാലൊന്ന് ഫ്രീ ആയി. ഇനി ഇതൊന്ന് സാധാ വെള്ളത്തിൽ കഴുകി എടുക്കട്ടെ. ചെഞ്ചൂർ വാഷ്. കാല് വാഷ് ചെയ്യാൻ ഒന്നും വേണ്ടേ? ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതിയോ? കാലിട്ട് അളുമ്പുണ്ട. ഇതൊക്കെ ഒരു ഭയങ്കര മോശം ഭാഷകളാണ്. ഇത് കൊല്ലംകാരുടെ മാത്രം സ്വന്തം ഭാഷ. ഞാൻ കൊല്ലംകാരിയാണ്, അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വർത്തമാനമൊക്കെ വായിൽ വരും. അതിനയുടെ കാലിന്റെ പാദം കണ്ട എന്ത് ഭംഗിയാണ്. അയ്യേ, കൊള്ളത്തില്ല. വിളിച്ചു നോക്കട്ടെ. മാതാവിന്റെ പാദസേവ. മാതാവിന്റെ പാദസേവ ചെയ്യുന്നത് നല്ലതാ കുട്ടി. നരകം കിട്ടും. എടീ കൊള്ളാല്ല നീ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡാബ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഡെഡ് സ്കിൻസ് ഇളകി വരുമ്പോ വലിച്ചു പറിക്കരുത്. അത് ആ ഒരു 5 ദിവസത്തിൽ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോകും. വേണമെങ്കിൽ കുറച്ച് വലിയ എന്താ പറയാ സ്ട്രോങ് അല്ലാത്ത മോയ്സ്ചറൈസറോ ലോഷനോ ഒക്കെ കാലിൽ അപ്ലൈ ചെയ്യാം. വെളിച്ചെണ്ണ തൂക്കാം, അതുപോലെ മതി. ഒരുപാട് വാരി പൊത്തണ്ട. അതിനിടയ്ക്ക് കരണ്ടൊക്കെ പോയി വിയർത്തു
ഒഴുകി കണ്ടോ. ഒലിച്ച് പോയി. സൗന്ദര്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കണ്ണട ഇല്ലാതെയാണ്, അത് സാരമില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ റിസൾട്ടും ലാസ്റ്റ് എൻ്റെ കാല് വൃത്തിയാവുകയാണെങ്കിൽ ആ ഫോട്ടോയും കൂടി കാണിക്കാം. അപ്പോൾ ഇത് 5 ദിവസം കഴിയട്ടെ. ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? 6. ടാറ്റാ. ഇത് കാലൊക്കെ ഇതുപോലെ വൃത്തികേടായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കൂ. അല്ല, ഇനി ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ട് പറയാം, അതിന് ശേഷം ചെയ്യൂ. ബൈ.